ഹായ് എവ്രിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ അശോക് വാജ്പേയി എഴുതിയ സമയ സെ അനുരോധ് എന്ന കവിതയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപേ നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. കവിയെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ ചേർത്തിട്ടുണ്ട്, അത് നോക്കാം. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 16 ജനുവരി 1941 അദ്ദേഹം എഴുതിയ പ്രമുഖമായിട്ടുള്ള രചനകളാണ് ഷെഹർ അബ് ഭി സംഭാവന ഹെ, ഏക് പതംഗ് അനന്ത് മേ, അഗർ ഇത്നെ സെ കഹി നഹി വഹി. അതേപോലെ അദ്ദേഹത്തിനെ തേടിയെത്തിയിരിക്കുന്ന ചില പുരസ്കാരങ്ങളാണ് സാഹിത്യ അക്കാദമി പുരസ്കാർ, ദയാവതി മോദി കവി ശിഖർ സമ്മാൻ, കബീർ സമ്മാൻ. ഫ്രഞ്ച് ഗവൺമെൻറ്റും പോളിഷ് ഗവൺമെൻറ്റും അദ്ദേഹത്തിന് ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സും അതുപോലെ തന്നെ ഓഫീസർ ഓഫ് ദി ഓർഡർ ക്രോസ് എന്ന ബഹുമതികൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അശോക് വാജ്പേയി ഒരു കവിയാണെങ്കിലും അദ്ദേഹം മധ്യപ്രദേശിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ലളിതകലാ അക്കാദമിയുടെ മുൻ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് തരത്തിലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ചിലത് കവിതകളാണ്, ചിലത് നിരൂപണങ്ങളായിട്ടുള്ള രീതിയിൽ, കലയുടെ നിരൂപണങ്ങളായിട്ടുള്ള രീതിയിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി കവിതയിലേക്ക് കിടക്കാം. സമയ സെ അനുരോധ്, അശോക് വാജ്പേയി. സമയ മുझे സിഖാओ कैसे ഭരാ ജാത്താ ഹെ ഗാവ്. ഘാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവാണ്, ഇഞ്ചറിയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇഞ്ചറീനെ സുഖപ്പെടുത്തുക എന്ന് സമയ, അതായത് ടൈമിനോട് തന്നെ ചോദിക്കുകയാണ്. പർ ഏക് അദൃശ്യ ഫാസ് ദുഃഖത്തി രഹത്തി ഹെ ജീവൻ ഭർ. അതായത് ഈ മുറിവ് പറ്റിയിട്ട് അത് മാറിയാൽ പോലും അദൃശ്യമായിട്ടുള്ള ഒരു നോട്ട് എപ്പോഴും, അദൃശ്യമായിട്ടുള്ള ഒരു കെട്ട് എപ്പോഴും വേദനിച്ചുകൊണ്ടേ ഇരിക്കും. അതെങ്ങനെയാണ് സുഖപ്പെടുത്തുക എന്ന് ചോദിക്കുകയാണ് സമയത്തിനോട്. ഓക്കെ. സമയ മുझे बताओ कैसे जब सब भूल चुके होंगे रोज़मर्रा के जीवन व्यापार में मैं याद रख सकूं और दूसरों से बेहतर न महसूस करूं. അതായത് കവിയോട് പറയാനാണ് സമയത്തിനോട് പറയുന്നത്. എങ്ങനെ എല്ലാവരും ഈ കാര്യങ്ങളെല്ലാം മറന്നിരിക്കുന്ന സമയത്ത്, റോസ്മറ കെ ജീവൻ വ്യാപാരമേ, അതായത് ഡെയിലി ആയിട്ടുള്ള ആ ലൈഫിൽ അവർ മുഴുകിയിരിക്കുന്ന ആ സമയത്ത് ഞാൻ മാത്രം എങ്ങനെയാണ് ഇതെല്ലാം ഓർത്ത് വെക്കുന്നത്. മേ യാദ് റഖ് സക്കൂ ഓർ ദൂസറോ സെ ബെഹത്തർ ന മെഹസൂസ് കറൂ. മെഹസൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു മുറിവ് മാറിയിട്ട് ഞാൻ എങ്ങനെ വേറെ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്യുക എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് സമയത്തിനോട് കവി ചെയ്യുന്നത്. ഓക്കെ. സമയ മുझे सुझाओ कैसे मैं अपनी रोशनी बचाए रखूं तेल चुक जाने के बाद भी, ताकि वह लड़का उधार लाई महंगी किताब एक रात में ही पूरी പഠ് സക്കെ. അതായത് എന്നോട് ഒരു ഉപായം പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത് ടൈമിനോട്. അതായത് എങ്ങനെയാണ്, എന്തിനെ കുറിച്ചിട്ടുള്ള ഉപായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് എണ്ണ തീർന്നു പോയ ഒരു വിളക്കിൽ നിന്ന് പിന്നെയും വെളിച്ചം അതിൽ ബാക്കി ഉണ്ടാവുക എന്ന് അതിനുള്ള ഒരു ഉപായം സമയത്തിനോട് ചോദിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. കവി സ്വയം ഒരു വിളക്കായിട്ട് ഇവിടെ പറയുകയാണ് കേട്ടോ. ബാക്കിയുള്ളവർ ലൈഫുകൾ ലൈറ്റൻ ചെയ്യുന്ന രീതിയിൽ കവിക്ക് എങ്ങനെ പെരുമാറാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. താക്കി വഹ് ലഡ്ക ഉധാർ ലായി മെഹങ്കി കിതാബ് ഏക് രാത് മേ ഹി പൂരി പഠ് സക്കെ. അതായത് ഉധാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമായിട്ട് വാങ്ങിയിരിക്കുന്ന ആ ഒരു കിതാബ് പുസ്തകം ആ ഒരു രാത്രി കൊണ്ട് തന്നെ അവന് തീർക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഈ എണ്ണ തീർന്നു പോയ ഈ വിളക്ക് പ്രകാശിച്ചിട്ട് ആ ഒരു പുസ്തകം വായിക്കാൻ അവന് സാധിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് സാധിക്കുക, എങ്ങനെയാണ് ആ എണ്ണ തീർന്നു പോയ വിളക്കിൽ നിന്ന് പ്രകാശം ഉണ്ടാവുക, അതിനുള്ള ഒരു ഉപായമാണ് കവി സമയത്തിനോട് ചോദിക്കുന്നത്. समय मुझे सुनाओ वह कहानी जब व्यर्थ पड़ चुके हो शब्द, अस्वीकार किया जा चुका हो सच और बाकी ना बची हो जूझने की शक्ति. അതായത് സമയത്തിനോടാണ് പറയുന്നത് കവി. ഒരു കഥ പറയാൻ, വാക്കുകളെല്ലാം നിഷ്ഫലമായിട്ട് ഇരിക്കുന്ന ആ സമയത്തെ കഥ പറയാനാണ് പറയുന്നത്. അസ്വീകാർ കിയാ ജാ ചുക്കാ ഹോ സച്ച് ഓർ ബാക്കി നാ ബച്ചി ഹോ ജൂജിനേക്ക് ശക്തി. അതായത് സത്യം എന്താണോ അത് നിരസിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു സമയത്തെ കഥയാണ് പറയുന്നത് സമയത്തിനോട്. പോരാടാനുള്ള കരുത്ത് തീരെ ഇല്ലാത്ത ഒരു സമയം, അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. ജൂജിനേക്ക് ശക്തി, പോരാടാനുള്ള ശക്തി ഇല്ല. ആ ഒരു ടൈമിലെ ഏതെങ്കിലും ഒരു കഥ പറയാനാണ് പറയുന്നത്. തബ് ഭി കിസിനെ ചോടാ നാ ഹോ പ്രേം, തജി നാ ഹോ ആസക്തി, ജുട്ലായ നാ ഹോ അപ്നാ മോഹ. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോഴും ആ ആൾ, ആംബിഷ്യസ് ആയിട്ടുള്ള ആൾ, പാഷന് വേണ്ടിയിട്ട് സ്വയം ഉള്ളിൽ തന്നെ സ്വയത്തിൻ്റെ സ്നേഹമൊന്നും മറക്കാതെ ആ എന്ത് ഗോളാണോ വിചാരിച്ചിരിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാൻ അപ്പോഴും ആ ഒരു ആസക്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ലക്ഷ്യം നേടാനുള്ള ആ ഒരു ആഗ്രഹം വിട്ട് കളഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ജുട്ലായ നാഹോ അപ്നാമോ, അതായത് എൻ്റെ മോഹമെല്ലാം പോയി വ്യർത്ഥമായി എന്ന് വിചാരിച്ചിട്ടില്ല. ആ ഒരു ടൈമിലും ആ ഒരാൾ ആസക്തി വിട്ടിട്ടില്ല, ആ മോഹം നേടാനുള്ള അദ്ദേഹത്തിൻ്റെ ആംബിഷൻ നേടാനുള്ള അദ്ദേഹത്തിൻ്റെ പാഷൻ വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ആ സമയത്തെ ഒരു കഥ പറയാനാണ് പറയുന്നത് സമയത്തിനോട്. സമയ സുനാओ उसकी गाथा जो अंत तक बिना झुके, बिना गिड़गिड़ाए या लड़खड़ाए, बिना थके और हारे, बिना संगी साथी, बिना अपनी यातना के सबके लिए अपने अंत की ओर चला गया. അതായത് ഇങ്ങനത്തെ ഒരാളുടെ ഗാഥ പറയാനാണ്. അതായത് ലാസ്റ്റ് വരെയും ആരുടെ മുമ്പിലും
തല കുനിച്ചിട്ടില്ലാത്ത, ജുക്കേ എന്ന് വെച്ചാൽ കുനിയുക എന്നാണ് അർത്ഥം. ബിനാ ഗിഡ്ഗിഡായെ എന്ന് വെച്ചാൽ ആരുടെയും കാലുകൾ പിടിക്കാതെ, ലടുക്കടായെ തട്ടിത്തടഞ്ഞു വീഴാതെ, അങ്ങനത്തെ ഒരാളുടെ ഗാഥ പറയാനാണ് പറയുന്നത്. ഗാഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിജയഗാഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു ആളുടെ ഒരു കഥ പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. ബിനാ തക്കെ ഓർ ഹാരെ, അതായത് ടയേർഡ് ആവാതെ, തോറ്റുപോകാതെ ഉള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. ബിനാ സംഗീ സാഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിറ്റാർ പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നത്. ബിനാ അപ്നി യാതനാക്കോ സബ്കെ ലിയെ ഗായെ, അതായത് അവരവരുടെ വേദനകൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ, അതിനെക്കുറിച്ച് പറയാതെ മുന്നോട്ട് പോയിരുന്ന ആളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്നി അന്ത് കി ഓർ ചലാ ഗയ, അന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഗോളിൻ്റെ അടുത്തേക്ക് അദ്ദേഹം എത്തി, എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാതെ അദ്ദേഹം ആ ഗോൾ നേടി എന്നതിനെക്കുറിച്ചിട്ടുള്ള ഗാഥ പറയാനാണ് സമയത്തിനോട് കവി ആവശ്യപ്പെടുന്നത്. समय अंधेरे में हाथ थामने, सुनसान में गुनगुनाहट भरने, सहारा देने, धीरज बांधने. അപ്പോൾ ഇവിടെ സമയത്തിനോട് പറയുക, ഇരുട്ടിൽ കൈ പിടിച്ച്, ഒരു സപ്പോർട്ടിനായിട്ട് കൈ പിടിച്ച്, സുൻസാൻ മേ ഗുൻഗുനാഹട്ട് ഭർനെ എന്ന് വെച്ചാൽ പാട്ട് പാടാനാണ്, സൈലൻസിൽ പാട്ട് പാടാനാണ് ഉദ്ദേശിക്കുന്നത്. പാട്ടുപാടി ആ സൈലൻസ് ഇല്ലാതാക്കുക. അതുപോലെ സഹാരാദേനെ എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക. ധീരജ് ബാന്തിനെ എന്ന് വെച്ചാൽ ധൈര്യം സംഭരിക്കാൻ. അടിഗ്രഹനെ എന്ന് വെച്ചാൽ എന്താണോ ലക്ഷ്യം അവിടേക്ക് തന്നെ പോകാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നെ കാ കോയി ഭൂല ബിസ്ര പുരാന ഗീത് തുമേ യാദോ, അതായത് ഇതെല്ലാം ഉൾപ്പെട്ട പോരാടാനുള്ള ഏതെങ്കിലും പഴയ പാട്ട് ഓർമ്മയുണ്ടെങ്കിൽ അത് തോ സമയ ഗാവോ, അപ്പോൾ പാടാനാണ് പറയുന്നത് സമയത്തിനോട്. താക്കി യഹ് സമയ യ അന്ധേര യ ഭാരി അസഹായ സമയ കട്ടെ, അതായത് എന്തിനാണ് പാടുന്നത് എന്ന് വെച്ചാൽ ഈ സമയം അങ്ങോട്ട് കടന്നു പോട്ടെ, ഓവർകം ചെയ്യട്ടെ ഞാൻ ഈ ഒരു സമയത്തിനെ, അതാണ് ഉദ്ദേശിക്കുന്നത്. താക്കി യഹ് സമയ യഹ് അന്ധേര, അന്ധേര എന്ന് വെച്ചാൽ ഇരുട്ട്, കടന്നു പോട്ടെ. യഹ് ഭാരി അസഹായ സമയക്കട്ടെ, അസഹായ വെച്ചാൽ ഹെൽപ്ലെസ് ആയിട്ടുള്ള, അസഹനീയമായിട്ടുള്ള, ഈ ഭയങ്കരമായിട്ടുള്ള ഈ സമയം കടന്നു പോകട്ടെ, അതിന് വേണ്ടിയിട്ട് ആണ് ഈ പാട്ട് സമയത്തിനോട് പാടാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു കവിതയാണത്. ഒരു പോരാട്ടത്തിലേക്ക് നടന്നു നീങ്ങുന്ന ആൾക്കാർക്ക് ഒരു ശരിക്കും ഒരു വിക്ടോറിയസ് ആയിട്ടുള്ള രീതിയിൽ വെളിയിൽ വരാൻ കവിത ഒരു പ്രചോദനമായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ഒരു റേ ഓഫ് ഹോപ്പ് എന്ന രീതിയിൽ, ഒരു ആളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം എന്ന രീതിയിലാണ് ഈ കവിതയെ നമുക്ക് ഉപമിക്കാൻ സാധിക്കുന്നത്, ഇതിലെ വാക്കുകളെ ഉപമിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കവിതയെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്